തെളിവുകളില്ലാതെ കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ അനുഭവിച്ചതൊക്കെ നേരിട്ട് പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത കോടതിയോട് സാക്ഷിയായി എന്തുകൊണ്ട് പോലീസിൽ പോയി മൊഴി രേഖപ്പെടുത്തിയില്ല എന്ന ചോദ്യം ഉണ്ടല്ലോ. ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇതെന്തിയാണ്, ഇവിടെ എങ്ങനെയാണ്? വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കോടതിയിൽ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടും കോടതി സാക്ഷികളെ ചോദിച്ചു. തെളിവുകളില്ല എന്ന് പറഞ്ഞ് ആ കേസ് എവിടെയും എത്താതെ പോയി. സ്വന്തം കാര്യത്തിൽ കിട്ടാതെ പോയ നീതിയെ മറന്നുകൊണ്ട് ഇന്നവൾ വന്നത് കോടതിയിൽ ഒരു ചോദ്യചിഹ്നമായിട്ടല്ല, മറിച്ച് കോടതിയിൽ എവിടെയോ ബാക്കിയുള്ള വിശ്വാസം കൊണ്ടാണ്. അഡ്വക്കേറ്റ് മുകുന്ദൻ, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ ഇത് കോടതിയാണ്. ഇവിടെ ഈ കേസും മറ്റേത് കേസും പോലെയാണ്. അവളെ ഈ ലോകത്തു നിന്നും എന്നേക്കുമായി പറഞ്ഞയച്ചവരെ തിരിച്ചറിയുന്ന സാക്ഷിയുണ്ട്. ആ സാക്ഷി കണ്ട 3 പേർക്കും തൂക്കുകയർ വാങ്ങിക്കൊടുത്തിട്ടേ ഞാൻ ഈ കളം വിടും. മിസ്റ്റർ മുകുന്ദൻ, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഇവിടെ തൂക്കുകയറ് വാങ്ങിക്കൊടുക്കാനല്ല കോടതികൾ. പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ കോടതികൾ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്, ബട്ട് ഇത്തരം കേസുകളിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന് മാത്രമേ തൂക്കുകയർ വിധിക്കാൻ കോടതിക്ക് അധികാരമുള്ളൂ. ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ടും അത് കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയുന്നു അതിൽ അസാധാരണമായി ഒന്നുമില്ലെന്ന്. കഷ്ടം. അല്പം കൂടി ഭംഗിയായി പറഞ്ഞാൽ കോടതി തന്നെ പറയുകയാണ് ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണെന്ന്. അഡ്വക്കേറ്റ് മുകുന്ദൻ, തീർന്നില്ല. കോടതിക്ക് 100 കണക്കിന് കേസുകളിൽ ഒന്ന് മാത്രമാണത്. പക്ഷേ ഓരോ കേസിലെ ഓരോ പെൺകുട്ടിക്കും നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതമാണ്. ഇനി അത് സാധാരണമാണെന്നാണ് കോടതി പറയുന്നതെങ്കിൽ I will question the court. What is rarest of rarest? Hey, you are crossing the limits. You cannot question the court and for that I can enforce a code of conduct on you. അറിയില്ല യുവർ ഓണർ. കണ്ണടച്ചാൽ ഒരിക്കലും കണ്ണില്ലാത്തവന്റെ വിഷമം തിരിച്ചറിയില്ല. അവന് കണ്ണ് കാണാതാവു തന്നെ വേണം. ഇന്ത്യയിലെ ഒരു കോടതിയും ഒരു ജഡ്ജിയും സ്വന്തം മകൾക്ക് സംഭവിച്ച ഇത്തരം ഒരു കേസിന്റെ വിധി പറഞ്ഞിട്ടില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തവണയല്ല, ഒരു 100 തവണ അവനെ തൂക്കിക്കൊല്ലാൻ ആ കോടതി വിധിച്ചേനെ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. If the law has to change, yes, നിയമങ്ങൾ മാറണം. Because the Indian Constitution gives all the citizens the right to freedom and the right to life. ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ അന്യായ ഇടപെടലുകൾ നടന്നതായി കോടതിക്ക് വ്യക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ കോടതിയുടെ കർശനമായ മേൽനോട്ടത്തിൽ ഡിഫൻസ് കൗൺസിലിന് തൃപ്തിയുള്ള ഒരു പുതിയ ടീമിനെ ഈ കേസ് ഏറ്റെടുക്കാൻ കോടതി നിർദ്ദേശിക്കുന്നു. 164 CRPC പ്രകാരം സാക്ഷികളുടെ മൊഴിയെടുത്ത് യഥാർത്ഥ പ്രതികൾക്കെതിരെയുള്ള വിവരങ്ങൾ കോടതിക്ക് മുമ്പാകെ നേരിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. മുഴുവൻ അന്വേഷണ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണമെന്നും 1 മാസത്തിനുള്ളിൽ കോടതി അതിന്മേൽ വിധി പറയുന്നതായിരിക്കുമെന്നും ഇതിനാൽ അറിയിക്കുന്നു. 4 വർഷം കൊണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ക്യാമ്പസിലെ ക്ലാസ് റൂമിൽ തുടങ്ങി പോലീസ് സ്റ്റേഷനിലെ ചൂരകൾ വരെ. ചിന്നു ഇല്ലെങ്കിൽ ഞങ്ങളൊരു പക്ഷെ ഇവിടെ ഇല്ല. അവളിപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അവളിവിടെ പോയിട്ടില്ല. പോവാൻ അവൾക്കാവില്ല. ഇപ്പൊ ഞങ്ങൾ കാണുന്ന ഓരോ പെൺകുട്ടിയിലും അവളുണ്ട്.
അവൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്, ഒരു പ്രോമിസ്. ഞാൻ ജീവിച്ചതുപോലെ പാതിരാത്രി ഫ്രീ ബേർഡ് ആയിട്ട് നടക്കണം. ഒരുപാട് പേര് ജീവിക്കണം. പക്ഷെ എനിക്ക് സംഭവിച്ച പോലെ ഭയം എന്ന വികാരം അതില്ലാതായത് അവളിലൂടെയാണ്. അതിനെ ജയിക്കുമ്പോൾ നമ്മളറിയും നമ്മളിലുണ്ടായിരുന്ന മറ്റൊരു ശക്തിയെ. അത് സ്വാതന്ത്ര്യമാണ്. അവൾ ഈ ലോകത്തിനോട് പറയാൻ ആഗ്രഹിച്ച ഒരു സത്യമുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷന്റെയും അവസരമല്ല, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ സത്യം അത് തിരിച്ചറിയുന്ന നിമിഷം ഇതൊരു തുടക്കം മാത്രമാണ്.